ഭരണമാറ്റത്തിന് പിന്നാലെ സംസ്ഥാന ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ വീണ്ടും രാശി നോക്കലും അന്ധവിശ്വാസങ്ങളും സജീവമാകുന്നു. മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങളും വസതികളും തെരഞ്ഞെടുക്കുന്നതിൽ ശാസ്ത്രബോധത്തിന് പകരം അന്ധവിശ്വാസങ്ങൾക്ക് പുറകെയാണ് പുതിയ മന്ത്രിമാരെന്ന വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. മന്ത്രിസഭയിലെ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ തങ്ങളുടെ ഔദ്യോഗിക വാഹനമായി 13-ാം നമ്പർ കാർ തെരഞ്ഞെടുക്കാൻ തയ്യാറായിട്ടില്ല. 13 എന്ന അക്കം അശുഭസംഖ്യയാണെന്നും ഈ നമ്പറുള്ള വണ്ടിയിൽ യാത്ര ചെയ്താൽ രാഷ്ട്രീയ ഭാവി തകരുമെന്നുള്ള ഭയമാണ് മന്ത്രിമാരെ പിന്നോട്ട് വലിക്കുന്നത്. കാറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള ആഡംബര മന്ദിരമായ മൻമോഹൻ ബംഗ്ലാവ് ഏറ്റെടുക്കാനും പുതിയ മന്ത്രിമാർക്ക് കടുത്ത ഭയം. അതേസമയം രാശിയുണ്ടെന്ന് കരുതപ്പെടുന്ന പ്രമുഖ മന്ത്രിമന്ദിരങ്ങൾ കൈക്കലാക്കാൻ പുതിയ മന്ത്രിമാർക്കിടയിൽ അണിയറയിൽ തർക്കങ്ങളും വടംവലിയും തുടങ്ങിക്കഴിഞ്ഞു. മുൻപും UDF സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം 13-ാം നമ്പർ കാർ പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരുന്നു കീഴ്വഴക്കം. 2011-ലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ടൂറിസം വകുപ്പിന്റെ പൂളിൽ നിന്ന് 13-ാം നമ്പർ കാർ അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ LDF സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ശാസ്ത്രബോധം ഉയർത്തിപ്പിടിച്ച് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ചില ഇടതുപക്ഷ നേതാക്കൾ തയ്യാറായിരുന്നു. എന്നാൽ അങ്ങനെ വെല്ലുവിളിച്ച് 13-ാം നമ്പർ കാർ എടുത്തവരുടെയെല്ലാം രാഷ്ട്രീയ ഗതി പിന്നീട് കഷ്ടത്തിലായെന്നാണ് UDF മന്ത്രിമാർ ഇപ്പോൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. 13-ാം നമ്പർ കാർ ഉപയോഗിച്ചാൽ പിന്നീട് മന്ത്രിയാകാനോ നിയമസഭ കാണാനോ കഴിയില്ലെന്ന അന്ധവിശ്വാസത്തിന് ബലം നൽകുന്നതാണ് ഈ നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് അന്ധവിശ്വാസങ്ങളെ വെല്ലുവിളിച്ചാണ് ചില മന്ത്രിമാർ മനഃപൂർവ്വം 13-ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങിയത്.